നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകളാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, റൈറ്റർ ബെന്യാമിൻ തന്റെ പുസ്തകമായ ആടുജീവിതത്തിൽ കുറിച്ച വാക്കുകളാണ്. നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ആടുജീവിതം എന്ന സിനിമയെ പറ്റി ഒരു ചെറു വിവരണമാണ്. ഇന്ന് വന്നിരിക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജിന്റെ ഇതുവരെ കാണാത്ത ഒരു മുഖമായിട്ടാണ് ആടുജീവിതം എന്ന സിനിമയുടെ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന അമല പോൾ നായിക വേഷത്തിലെത്തുന്ന ഈ ചിത്രം 2008 ശ്രീ ബെന്യാമിൻ തന്നെ അതേ പേരിൽ രചിച്ച പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുക്കിയതാണ്. 2009 ഈ പുസ്തകം കാരണം കൊണ്ട് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും ലഭിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് ഇത്രയും വലിയൊരു അംഗീകാരമുണ്ട് എന്നുള്ളത് എന്നെക്കാൾ ഉപരി ഈ പുസ്തകം കൂടുതലായിട്ട് വായിച്ചറിഞ്ഞിട്ടുള്ള പുസ്തക പ്രേമികളായ മലയാളികൾക്ക് അറിയാവുന്നതായിരിക്കും. മലയാളികൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ അന്യഭാഷയിലുള്ള പലർക്കും അറിയാവുന്ന എണ്ണം പറഞ്ഞ നല്ല മലയാള സാഹിത്യ നോവലുകൾ എടുത്തു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്നും ആടുജീവിതം ഉണ്ടാവും. കാരണം അത്തരത്തിൽ മനുഷ്യ മനസ്സിനെ ഒന്ന് ഉലയ്ക്കാൻ സാധിക്കുന്ന, വായിച്ചു കഴിയുമ്പോൾ ഒരു നീറ്റലാവാൻ സാധിക്കുന്ന ഒരു തീ ഈ കഥയ്ക്കുണ്ട്. നജീബ് എന്ന ചെറുപ്പക്കാരൻ ജോലിയുടെ ആവശ്യമായി അറബ് രാജ്യത്തെത്തുകയും അവിടെ ചെമ്മരിയാടുകളെ നയിക്കേണ്ട ജീവിതം തെരഞ്ഞെടുക്കേണ്ടി വരികയും കാലക്രമേണ ഒരു അടിമയായി മാറുകയും ഇവിടെ നിന്നും ആരോഗ്യ ദൃഢഗാത്രനായി ഇറങ്ങി പുറപ്പെട്ട അദ്ദേഹം ക്രമേണ ശോഷിച്ച് കൊല്ലുന്നനെ ആടിന് സമാനമായ ഒരു രൂപം പ്രാപിക്കുകയും ജീവിതം തന്നെ ആകെ മാറിമറിഞ്ഞ് ഏകദേശം 3-4 വർഷത്തോളം മറ്റൊരു മനുഷ്യനായിട്ട് പുറം ലോകമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത അവസ്ഥയിലേക്കും കൂപ്പുകുത്തുന്ന ഒരു ദയനീയ ജീവിതത്തിന്റെ കാഴ്ചയായിരുന്നു ആടുജീവിതം എന്ന പുസ്തകത്തിലൂടെ ബെന്യാമിൻ നമുക്ക് പറഞ്ഞു തന്നത്. യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പുസ്തകം രചിച്ചത് എന്ന് കേൾക്കുമ്പോഴാണ് എത്രത്തോളം വലിയ തീവ്രതയാണ്, അല്ലെങ്കിൽ ഇതിലും എത്രത്തോളം ദയനീയമായ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത്. 2008 തന്നെ പുസ്തകം ഇറങ്ങിയ സമയത്ത് തന്നെ സംവിധായകനായ ബ്ലസ്സി പൃഥ്വിരാജിനെ നായകനാക്കി ഈ ചിത്രം ഒരുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. തമിഴർക്ക്, തമിഴ് സാഹിത്യത്തിന് പൊന്നിയിൻ സെൽവൻ എന്താണോ സിനിമയിലൂടെ നൽകിയത്, സമാനമായ രീതിയിലാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി പുസ്തക പ്രേമികളായ സിനിമാ പ്രേമികൾ കൂടി കാത്തിരിക്കുന്നത്. തന്മാത്ര, കാഴ്ച, കൽക്കട്ട ന്യൂസ്, പളുങ്ക്, കളിമണ്ണ്, ഭ്രമരം എന്നീ ചിത്രങ്ങളിലൂടെ എണ്ണം പറഞ്ഞ സിനിമകൾ, മമ്മൂട്ടി, മോഹൻലാൽ എന്ന താരങ്ങളെക്കാൾ ഉപരി അവരിലെ നടന്മാരെ ഊറ്റിയെടുത്ത് ചില കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ബ്ലസ്സിയെ പോലൊരു സംവിധായകന് മലയാളത്തിൽ എന്നും പ്രത്യേകിച്ച് ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു സംവിധായകൻ കഴിഞ്ഞ 15 മുതൽ 16 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കുക, ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായി ഇത്രയും ദീർഘകാലമായ ഒരു സമയം അധികം സംവിധായകന്മാരാരും മാറ്റിവെച്ചിട്ടുണ്ടാവില്ല. നടൻ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അത്തരത്തിലൊരു ഹൈലി ഡെഡിക്കേഷൻ ഈ ചിത്രത്തിന് വേണ്ടി, ഒരു പാർട്ട് ഓഫ് ഹിസ് ലൈഫ്, ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ ബ്ലസ്സി ഈ സിനിമയ്ക്കായി ചെലവഴിച്ചിട്ടുണ്ട്. 2010-2011 സമയത്ത് തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങേണ്ടതായിരുന്നു. ആ സമയത്ത് രാജസ്ഥാനിലും ദുബായിലും സൗദി അറേബ്യയിലും മറ്റുമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് മാറ്റിവെക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ബഡ്ജറ്റും ബ്ലസ്സി വിചാരിച്ച രീതിയിൽ എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റിൽ നിർമ്മിക്കാൻ മാത്രം ഒരു പ്രൊഡ്യൂസർ മലയാളത്തിൽ സാധ്യമല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. കാരണം ഒരു മലയാള സിനിമ എന്ന നിലയിൽ പറയാവുന്നതിലും വളരെ ഉയർന്ന ബഡ്ജറ്റാണ് ആടുജീവിതം എന്ന സിനിമ ആവശ്യപ്പെടുന്നത്. പുസ്തകത്തിൽ പറഞ്ഞ കാഴ്ചകൾ, എഴുതിയ വാക്കുകൾ അതേ തീവ്രതയിലൂടെ സിനിമയിലും എത്തിക്കണം എന്ന വാശിയുള്ള അദ്ദേഹം തന്നെയാണ് ആ പുസ്തകത്തിന്റെ അഡാപ്റ്റീവ് സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത്. എത്രത്തോളം തന്നെ കൊണ്ട് ആ തീവ്രത എത്തിക്കാൻ സാധിക്കുമോ അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായി ബ്ലസ്സി മാറി. പിന്നീട് ചിത്രത്തിലെ മറ്റൊരു പ്രമുഖ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഹേഷ്യൻ നടനായ ജിമ്മി ജീൻ ലൂയിസ് കൂടി ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസറായി എത്തിപ്പെടുകയുണ്ടായി. കൂടെ മറ്റൊരു കോ പ്രൊഡ്യൂസറായി സ്റ്റീവൻ ആഡംസ് എന്ന വ്യക്തി. ചിത്രത്തിൽ സൈനു എന്ന നജീബ് എന്ന നായക കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് തമിഴ് മലയാള സിനിമാ താരം അമല പോൾ കൂടിയാണ്. കരിയറിലെ വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരിക്കും ഈ ചിത്രം എന്നാണ് ബ്ലസ്സി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 10-31 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് AR റഹ്മാൻ തിരിച്ചു വരുന്ന ചിത്രം കൂടിയായിരുന്നു ആടുജീവിതം. എന്നാൽ ചിത്രത്തിന്റെ ഈ ഷൂട്ടിംഗ് ഡിലേ, റിലീസിംഗ് ഡിലേ ഒക്കെ കാരണം അതിനുശേഷം കമ്മിറ്റ് ചെയ്ത മലയം കുഞ്ഞിലൂടെ അദ്ദേഹം ഓൾറെഡി മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഏകദേശം 2015-2016 കാലഘട്ടത്തിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നത്തേക്ക് തുടങ്ങും, അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നത്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് മീറ്റ് ചെയ്യും എന്ന ഉറപ്പോടുകൂടി ചിത്രം 3Dയിൽ ഒരുക്കാൻ തന്നെ ബ്ലസ്സിയും സംഘവും തീരുമാനിക്കുകയായിരുന്നു, അതിന്റെ ദൃശ്യ മികവ് പൂർണ്ണതയോടെ കാണികളിലേക്ക് എത്തിക്കാൻ. 2018 മുതൽ ഷൂട്ടിംഗ് തുടങ്ങിയ ആടുജീവിതം 2020 മാർച്ചിൽ ജോർദാനിൽ സംഘം ഷൂട്ടിംഗിലിരിക്കെ അപ്രതീക്ഷിതമായി എത്തിയ കോവിഡ് ലോക്ക്ഡൌണിലൂടെ അനിശ്ചിതത്വമായി നീണ്ടുപോയി. ശേഷം 2022 ജൂലൈയോടുകൂടിയാണ് ചിത്രം പൂർണ്ണമായി പാക്കപ്പ് പറഞ്ഞത്.
നേരത്തെ പറഞ്ഞ പോലെ ചിത്രത്തിലെ കഥാപാത്രമായ, അതായത് പുസ്തകത്തിലെ മുഖ്യ കഥാപാത്രമായ നജീബ് ഒരു നോർമൽ ലൈഫിൽ നിന്ന് ഒരു ഗോട്ട് ലൈഫ്, ഒരു ആട് ജീവിതത്തിലേക്ക്, ഒരു ദയനീയമായ ജീവിതത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ട്രാവൽ ഉണ്ട്. അതായത് അയാളുടെ മാനസിക സംഘർഷങ്ങൾ, അയാളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാം വരച്ചു കാട്ടുന്ന രീതിയിലാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് അവതരിപ്പിക്കുന്ന നടൻ അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടതായി വരും. ചിത്രത്തിന് വേണ്ടി ഏകദേശം 97 കിലോയോളം ഭാരമുള്ള രൂപത്തിൽ നായകനായ പൃഥ്വിരാജ് ഒരു ഷെഡ്യൂൾ പൂർത്തിയാക്കുകയും ശേഷമുള്ള ഭാഗങ്ങൾ നജീബ് എന്ന കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായി ഭാരം കുറച്ചുകൊണ്ട് ഏകദേശം 60-61 കിലോയോളം ഭാരമുള്ള രൂപത്തിൽ വരെ ചിത്രത്തിൽ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു പുസ്തകം എത്രത്തോളം വായിക്കുന്നവന്റെ മനസ്സ് കൊള്ളുന്നു അതിനനുസരിച്ച് ഒരു ചിത്രം ഒരുക്കുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ കലാകാരന്മാരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി എത്രത്തോളം ബ്ലെസ്സി എന്ന സംവിധായകൻ തന്റെ ജീവിതത്തിന്റെ ഒരു വിഹിതം മാറ്റിവെച്ച് നേടിയെടുത്തു എന്ന് കാത്തിരിക്കാൻ അല്പ ദിവസങ്ങൾ മാത്രം ബാക്കി. ചിത്രം ഏപ്രിൽ 10, 2024 തിയേറ്ററുകളിലെത്തും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്ന ഭാഷകളിൽ കൂടാതെ ഇംഗ്ലീഷിൽ കൂടി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. കാത്തിരിക്കാം ബ്ലെസ്സിയുടെ മാജിക്കിനായും ഒപ്പം പൃഥ്വിരാജിന്റെ തന്നെ കരിയറിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾക്കായി. താങ്ക് യു.